പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദ ബോസിനെ ലൈംഗിക അപവാദത്തിൽ കുടുക്കിക്കൊണ്ട് മമത സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മമത സർക്കാരിന് നൽകാവുന്ന ഏറ്റവും നല്ല പണിയാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ ഗവർണർ നൽകിയിരിക്കുന്നത്. ആനന്ദ ബോസ് ഒരു പ്രഖ്യാപനം ഇന്നലെ നടത്തിയിരുന്നു. പശ്ചിമബംഗാളിൽ മമതയും മമതയുടെ പോലീസും ഒഴിച്ച് ബാക്കി ഏതൊരു പൗരനും ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിലെ CCTV രാജ്ഭവനിലെ CCTV പരിശോധിക്കാൻ അവസരം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് 11:30 രാജ്ഭവനിൽ ആദ്യമെത്തുന്ന 100 പേർക്ക് ആ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിലെ CCTV വിശദമായി തന്നെ പരിശോധിക്കാനുള്ള സംവിധാനം രാജ്ഭവൻ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മെയിൽ ചെയ്യുന്നവർക്ക്, അതായത് ADC രാജ്ഭവൻ kolkata@gmail.com എന്ന മെയിൽ വിലാസത്തിൽ ആ ഐഡിയിൽ Gmail ഐഡിയിൽ ഇതിൻ്റെ വിഷ്വൽസ് വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് വിഷ്വൽസ് നൽകും. ഒപ്പം തന്നെ ഗവർണർ WB@nic.in എന്ന വെബ്സൈറ്റിൽ കയറിയാലും ഇതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകും. അതായത് ഈ പശ്ചിമ ബംഗാളിലെ ഏതൊരു പൗരനും ഈ വിഷ്വൽസ് വിശദമായി പരിശോധിക്കാനുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ രാജ്ഭവൻ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസിന് ആ CCTV ദൃശ്യങ്ങളിലൊക്കെ എത്താൻ കഴിയുന്നില്ല. അതിന് മുൻപ് തന്നെ അത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള, അതായത് മമതയ്ക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് ഗവർണർ ഇപ്പോൾ താരമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഇന്ന് 11:30 കൂടിയാണ് ആദ്യത്തെ 100 പേര് ഇതിനെ പരിശോധിക്കാനായിട്ട് പശ്ചിമബംഗാളിലെ ജനങ്ങളെ, സാധാരണ ജനങ്ങളെയാണ് അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കണം ജനങ്ങളെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നൊരു ഭരണാധികാരിയുള്ള നമ്മുടെയൊക്കെ നാട്ടിൽ CCTV തന്നെ കത്തിപ്പോവുകയും ഇടിവിട്ടിപ്പോവുകയും ചെയ്യുന്നിടത്താണ് പശ്ചിമബംഗാൾ ഗവർണർ ആനന്ദ ബോസിൻ്റെ ധീരമായ ഈ നടപടി. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.